ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡന്റ്. എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. വാട്ട് ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ ഫിഗർ? വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ ഫിഗർ? ഓക്കെ, ഇതാണ് നമുക്ക് ഫിഗർ തന്നിട്ടുള്ളത്. എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് നോക്കടാ, ഈ ലംബവും അതുപോലെ തന്നെ ഈ അപവർത്തന രശ്മിയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, 70 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ നമുക്കറിയാം, ലംബവും ഈ ഒരു സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിനിടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപവർത്തന കോൺ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 90 മൈനസ് 70 ചെയ്താൽ മതി. 90 മൈനസ് 70 എത്ര കിട്ടും? 20 ഡിഗ്രി. ഓക്കെ, 20 ഡിഗ്രി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ്. The refractive index of sunflower oil and glycerin are the same. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. ഗ്ലിസറിൻ ആണ് ആദ്യത്തെ മാധ്യമം അല്ലെങ്കിൽ ആദ്യത്തെ മീഡിയം എന്ന് പറഞ്ഞാല്, സൺഫ്ലവർ ഓയിൽ ആണ് രണ്ടാമത്തെ മീഡിയം. അപ്പൊ ഗ്ലിസറിനിൽ നിന്നും ഒരു ലൈറ്റ് രണ്ടാമത്തെ മാധ്യമമായ സൺഫ്ലവർ ഓയിലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ പാത്തിന്? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അപവർത്തനാങ്കം സെയിം ആണ്. എടാ, അപവർത്തനാങ്കം തുല്യമാണെങ്കിൽ എന്തും കൂടെ തുല്യമായിരിക്കും? പ്രകാശിക സാന്ദ്രതയും തുല്യമായിരിക്കും. എപ്പോ മാത്രമേ അപവർത്തനം നടക്കുകയുള്ളൂ? പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമേ അവിടെ എന്തുണ്ടാകുന്നുള്ളൂ? അപവർത്തനം ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ അപവർത്തനാങ്കം തുല്യമായതുകൊണ്ട് തന്നെ എന്ത് തുല്യമായിരിക്കും? പ്രകാശിക സാന്ദ്രതയും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ അപവർത്തനം നടക്കുമോ? ഇല്ല, അപവർത്തനം നടക്കൂല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണോ ഇത് വന്നത് അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് പോകും? പ്രകാശരശ്മി രണ്ടാമത്തെ മാധ്യമത്തിലൂടെയും കടന്നു പോകും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ് റേസ് ദാറ്റ് ഫാൾ അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ? വാട്ട് ഈസ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ്? ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതൽ വലിയൊരു ആംഗിൾ, കൂടുതൽ ആംഗിളിലാണ്, കൂടിയ വാല്യൂലാണ് ഈ ഒരു പ്രകാശരശ്മി ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? എങ്ങനെയാണ് അതിന്റെ റിഫ്രാക്റ്റഡ് റേ പോവുക എന്നുള്ളതാണ് ചോദിക്കുക. ഓക്കെ, ലംബം വരക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റഡ് റേ, റിഫ്രാക്റ്റഡ് ആംഗിൾ. ഇത് 90 ഡിഗ്രി ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? 90 ഡിഗ്രി ആകുമ്പോ അവിടെ ഉണ്ടാകുന്ന പതനകോൺ, അവിടെ ഉണ്ടാകുന്ന ഇൻസിഡന്റ് കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇൻ കേസ് ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ എന്തുണ്ടാകും? 90 ഡിഗ്രി അല്ല, അതിനെ കഴിഞ്ഞും കൂടുതൽ, അതായത് ഇങ്ങനെയായിരിക്കും. ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണ് ഇൻസിഡന്റ് ആംഗിൾ എങ്കിൽ ഈ ഒരു രശ്മിക്ക് അപവർത്തനം സംഭവിക്കാണ്ട് എന്ത് സംഭവിക്കും? അതേ ഒരു മാധ്യമത്തിലൂടെ തന്നെ പൂർണ്ണമായും എന്ത് സംഭവിക്കും? പ്രതിപതിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുക. അപ്പോ ക്രിട്ടിക്കൽ കോണിനെ കഴിഞ്ഞും കൂടുതലാണ് പതന കോണെങ്കിൽ അവിടെ അപവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം. അതായത് ഏത് മീഡിയത്തിലൂടെയാണോ കടന്നു പോയത് അതേ മീഡിയത്തിലേക്ക് തന്നെ പൂർണ്ണമായും എന്ത് സംഭവിക്കുന്നു? പ്രതിപതിക്കുന്നു. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് 1.2. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ മീഡിയം? ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കം നമുക്ക് തന്നിട്ടുണ്ട് n 1.2. ഇനി ഈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കണ്ടെത്തുക. അപ്പോ അപവർത്തനാങ്കവും പ്രകാശത്തിന്റെ വേഗവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? നമുക്കറിയാം, n ഈസ് ഈക്വൽ ടു c ഡിവൈഡഡ് ബൈ v. n എന്ന് പറഞ്ഞാല് അപവർത്തനാങ്കം, c എന്ന് പറഞ്ഞാല്
പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത അല്ലെ. v എന്ന് പറഞ്ഞാല് പ്രകാശത്തിന്റെ മാധ്യമത്തിലൂടെയുള്ള വേഗത, n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, c എന്ന് പറഞ്ഞാല് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ വാക്വം, v എന്ന് പറഞ്ഞാല് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ മീഡിയം. അപ്പൊ നമുക്ക് n തന്നിട്ടുണ്ട് 1.2 ആണ്, v ആണ് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ മീഡിയം. ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്തും കൂടെ അറിഞ്ഞിരിക്കണം, സിയും കൂടെ അറിഞ്ഞിരിക്കണം, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ വാക്വം കൂടെ അറിഞ്ഞിരിക്കണം. അത് അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക. സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ വാക്വം c ഈസ് ഈക്വൽ ടു 3 into 10 raised to 8 meter per second ആണ്. ഓക്കെ, 3 into 10 raised to 8 meter per second. മറക്കാൻ വേണ്ടി പാടില്ല. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗം എന്ന് പറയുന്നത് 3 into 10 raised to 8 meter per second ആണ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം, നമുക്ക് n-ഉം അറിയാം c-യും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് v കണ്ടുപിടിച്ചൂടെ? ഓക്കെ, n ഈക്വൽ ടു c by v എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്കറിയാവുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? v കണ്ടുപിടിക്കണം. ആദ്യം നിങ്ങൾ ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഓർത്തു വെക്കുക. ഓക്കെ, c n v. ഇനി നിങ്ങളോട് ഈ c ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ എങ്ങനെയാണ് c കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? c ഈസ് ഈക്വൽ ടു e n into v, n into v. ഇനി നിങ്ങളോട് n ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നെങ്കിൽ n ഈസ് ഈക്വൽ ടു എന്താണ്? c ഡിവൈഡഡ് ബൈ v, c ഡിവൈഡഡ് ബൈ v. ഇനി v ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ v ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താണ്? c ഡിവൈഡഡ് ബൈ n, c ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടും. അപ്പം v ന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി c ഡിവൈഡഡ് ബൈ n. v is equal to c divided by n. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c ന്റെ വാല്യൂ നമുക്കറിയാം 3 into 10 raised to 8. n ന്റെ വാല്യൂ അറിയാം 1.2. ഇതെങ്ങനെ ചെയ്യാം? 3 into താഴത്തെ ഒരു ഡെസിമൽ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? 3 into 10 raised to 8 divide by 1.2 into 10. ഓക്കെ, 30 into 10 raised to 8 divided by 120 എന്ന് കിട്ടും. സോറി, ഡിവൈഡഡ് ബൈ 12. ഒന്നും കൂടി ചെയ്യാം. n is equal to c by v ആണെന്ന് നമുക്കറിയാം. c ന്റെ വാല്യൂ അറിയാം 3 into 10 raised to 8 meter per second. n നമുക്കറിയാം 1.2. v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് c by n. ഓക്കെ, ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. v is equal to 3 into 10 raised to 8 divided by 1.2. ഡെസിമൽ മാറ്റാൻ വേണ്ടി 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 10 raised to 8 divided by 1.2 into 10. 30 into 10 raised to 8 divided by 12. ഓക്കെ, 30 ഡിവൈഡ് ബൈ 12 ചെയ്താൽ എത്ര കിട്ടും? 2.5 കിട്ടും. ഓക്കെ, 2.5 ആണ് 30 ഡിവൈഡ് ബൈ 12. അത് നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഹെൻസ് 12 into 10 raised to 8 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഇക്വേഷൻ തന്നാല് ഇക്വേഷനിൽ നിന്ന് ഇപ്പൊ n ആണ് തന്നതെങ്കിൽ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? അതിനനുസരിച്ച് എന്തറിയണം? ഇക്വേഷൻ മാറ്റി എഴുതാൻ വേണ്ടിട്ട് അറിയണം. n is equal to c by v എന്നാണ് നമുക്ക് തന്നിട്ടില്ല ഇക്വേഷൻ. പക്ഷെ v കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അറിയണം v is equal to c by n ആണെന്ന്. ഇനിയിപ്പം c ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ അറിയണം c is equal to n into v ആണെന്ന്. അങ്ങനെ ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാനും കൂടി പഠിക്കണം. ഓക്കെ, ഇനി ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ എമോങ് a and b which is of higher optical density. ഏതിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? ഇതാണ് എയും ബിയും. ഈ കാണുന്ന മാധ്യമം താഴത്തതാണ് എ, ഇത് ബി. ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത കൂടുതൽ എന്നാണ് ചോദ്യം. നമുക്കറിയാം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശരശ്മി കടക്കുന്നതെങ്കിൽ പ്രകാശരശ്മി ലംബത്തിനോട് അടുത്തേക്ക് പോകുമോ അത് ലംബത്തിൽ നിന്ന് അകന്നു പോകുമോ? നമുക്കറിയാം ലംബത്തിൽ നിന്നും അകന്നു പോകും അല്ലെ. ഇവിടെ നോക്കുക, നേരെ കറക്റ്റ് ആണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ലംബത്തിൽ നിന്ന് അകന്നാ പോയേക്കുന്നത്. അപ്പൊ ഇത് കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടിയത് ഏത് മാധ്യമത്തിലായിരിക്കും? എ എന്ന് പറയുന്ന മാധ്യമത്തിനായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ. ബി എന്ന് പറഞ്ഞ മാധ്യമത്തിലായിരിക്കും പ്രകാശിക സാന്ദ്രത കുറവ്. കൂടിയ മാധ്യമത്തിൽ നിന്നും
കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോഴാണ് ലംബത്തിൽ നിന്നും അകന്നു പോവുക. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന മാധ്യമത്തിനായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഓഫ് അറ്റ് എ ഈസ് 45 ഡിഗ്രി, വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് ദ ലൈറ്റ് റേ? ഇവിടെ 42 ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഡിഗ്രി അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ആയ സമയത്ത് നോക്കുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ് 42 എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിൽ കഴിഞ്ഞും ക്രിട്ടിക്കൽ കോണിനെ കഴിഞ്ഞും കൂടുതലാണ് ഈ ഒരു പതന കോണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അപവർത്തനം സംഭവിക്കുന്നുണ്ടാ? ഇല്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. പകരം എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കാന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ക്രിട്ടിക്കൽ കോണാണ് നമുക്ക് തന്നിട്ടുള്ളത് 42 ഡിഗ്രി. അപ്പൊ 42 ഡിഗ്രിനെ കഴിഞ്ഞും കൂടുതൽ 45 ആയാൽ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കാണ്ട് നേരെ അതേ മീഡിയത്തിലേക്ക് ഫുള്ളായിട്ട് എന്ത് സംഭവിക്കും? പ്രതിപതനം സംഭവിക്കും, പൂർണ്ണാന്തര പ്രതിപതനം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Observe the figure. Light ray incident on two different medium is depicted. Which medium has higher optical density? Explain why. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എയറിൽ നിന്നും മീഡിയം 1ലേക്ക് പ്രകാശരശ്മി പോകുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഫിഗറിൽ എയറിൽ നിന്നും മീഡിയം 2ലേക്കും പ്രകാശരശ്മി പോകുന്നുണ്ട്. ഓക്കെ, മീഡിയം 1നാണോ മീഡിയം 2നാണോ പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്നാണ് ചോദ്യം. നമുക്കറിയാം അപവർത്തനം സംഭവിക്കണമെങ്കിൽ എന്തുണ്ടാകണം? പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകണം. ഇനി ഈ ലംബത്തോട് അടുക്കുന്നത് എപ്പോഴാണ്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രകാശരശ്മി ലംബത്തോട് അടുക്കുക. നമുക്കറിയാം ഇപ്പൊ നേരെ അപവർത്തനം സംഭവിക്കാണ്ട് നേരെ പോവാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും പോവാ. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്, ലംബത്തോട് അടുത്തുമാണ് പോകുന്നത്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോഴാണ് ലംബത്തോട് പ്രകാശരശ്മി അടുക്കുക. നമുക്കറിയാം രണ്ടിലും ലംബത്തോട് അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പൊ രണ്ടിനും എയറിനെ കഴിഞ്ഞും എന്തായിരിക്കും? പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇനി മീഡിയം 1നാണോ 2നാണോ ഏതിനാണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ലംബത്തിനോട് അടുത്തത് ഏത് റേ ആണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇവിടെ നോക്കുക, ഫസ്റ്റത്തെ കേസിൽ 20 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ലംബത്തിനോട് അടുത്തിട്ടുള്ളത്. ഇവിടെ 30 ഡിഗ്രി കുറച്ച് കുറവാണ് അല്ലെ. മീഡിയം 1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മീഡിയം 2വിന് അത്രയും ലംബത്തോട് അടുത്തിട്ടില്ല. അപ്പൊ ഏതാണോ കൂടുതൽ ലംബത്തിലേക്ക് അടുത്തിട്ടുള്ളത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏതിനായിരിക്കും കൂടുതൽ? മീഡിയം 1നായിരിക്കും കൂടുതൽ. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് മാധ്യമത്തിന്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ? അപവർത്തനാങ്കവും പ്രകാശിക സാന്ദ്രതയും കണക്റ്റഡ് ആണ് അല്ലെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണക്റ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റതും എന്താവും? കൂടും. ഓക്കെ, പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിന് തന്നെയായിരിക്കും എന്തും കൂടുതൽ? അപവർത്തനാങ്കവും കൂടുതൽ. അപ്പൊ നമുക്ക് കിട്ടി പ്രകാശിക സാന്ദ്രത ഒന്നാമത്തെ മീഡിയത്തിനാണ് കൂടുതലെന്ന് കിട്ടി. അപ്പൊ അപവർത്തനാങ്കവും ഏതിന് തന്നെയായിരിക്കും കൂടുതൽ? ഒന്നിന് തന്നെയായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് വരിക. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക വീട്ടിൽ നിന്ന്.